എല്ലാവർക്കും കില ഗാർമെൻറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പതിപോലെ ഉൾപ്പെടുത്തിയിട്ട് ലാൽജിവാലയാണ്. ലാൽജിവാലയുടെ 290 അപ്പോൾ കുറേ വീഡിയോസിൽ ലാൽജിവാല വൈറ്റ് ഗോൾഡ് വരാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ അടുത്ത് കുറേ കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് കുറച്ച് അജറക്ക് വേണം, കുറച്ച് പ്രോഷ്യൻ പ്രിൻ്റ് അല്ല രാഹുലിൻ്റെ മിക്സ് മാച്ചൊക്കെ വേണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് പേര് മെസ്സേജ് അയച്ച് തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം രാഹുലിൻ്റെ ഡിസൈൻസ് കിട്ടിയില്ല, അതുകൊണ്ടാണ് അത് എടുക്കാതിരിക്കുന്നത്. അജറക്കും റെഡി ആയിട്ടില്ല, അടുത്ത ദിവസങ്ങളിലുണ്ടാവും. അതായത് അടുത്ത വീക്കിലേക്ക് നമുക്ക് ഇടുന്നുള്ള അപ്ഡേറ്റ് ഉണ്ടാവും കേട്ടോ ഈ പറഞ്ഞ 2 ഐറ്റംസിനും. പിന്നെ വൈറ്റ് ഗോൾഡിൽ എത്ര നല്ല ഡിസൈൻസൊക്കെ കിട്ടുമ്പോൾ എങ്ങനെ നമ്മളത് എടുക്കാതിരിക്കും, നിങ്ങളെ കാണിക്കാതിരിക്കും. അപ്പോൾ കുറേ അടിപൊളി ഡിസൈൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. പിന്നെ ഒരു ഡിസൈൻ്റെ തന്നെ പല കളറിലുള്ള ഇതുണ്ട്. ഇപ്പം 10 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ചിലർക്ക് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കമ്പനിക്കാർ തന്നെ ഇപ്പോൾ അത് 5-ൻ്റെയും 10-ൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫർ ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. അത് കാരണം നമ്മൾ 5-ൻ്റെ സെറ്റാണ് മിക്ക എടുക്കുന്നത്. അപ്പം അതായത് 10 കളറുള്ള 2 ബണ്ടിലായിട്ട് എടുക്കും. അപ്പോൾ അതിനകത്ത് നിന്ന് ഇഷ്ടമുള്ള സെറ്റ് എല്ലാവർക്കും എടുക്കാമല്ലോ. പിന്നെ നമ്മുടെ ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴയാണ്. നിങ്ങൾക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ടൊന്ന് പർച്ചേസ് ചെയ്യാം. സൺഡേസാണ് നമ്മൾ വർക്കിംഗ് അല്ലാത്തുള്ളൂ. പിന്നെ നേരിട്ട് വരുന്നവർ ദൂരെ നിന്ന് വന്നവരൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുകയോ വിളിച്ചിട്ടോ വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പേഴ്സണൽ കാര്യം കൊണ്ട് നമുക്ക് മാറേണ്ടി വന്നു കഴിഞ്ഞാൽ ഷോപ്പിൽ വേറെ സ്റ്റാഫൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ വില നമ്മുടെ സ്ക്രീനിൻ്റെ വലത്ത് സൈഡിൽ മുകളിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇതെടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് വീണ്ടും ചോദിക്കും ഓരോരുത്തർ റേറ്റ് എത്രയാണ്. കുറേ കമൻറ്റ് എന്ന് പറഞ്ഞാണ്ട് മോസ്റ്റ് എല്ലാ കമ്പനിയും നമ്മൾ റിപ്ലൈ കൊടുക്കാറുണ്ട്. ഒരു കമ്പനി നമ്മളങ്ങനെ റിപ്ലൈ കൊടുക്കാണ്ട് വിട്ടു പോകാറില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാലും മതി, നമുക്കറിയാവുന്ന കാര്യം നമ്മൾ പറഞ്ഞുതരാം. അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഹോൾസെയിലായിട്ട് വേണ്ടവർ വാട്സാപ്പിൽ ഇതേക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. റീറ്റെയിൽ വേണ്ടവർ റീറ്റെയിലിൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ. പിന്നെ റീറ്റെയിൽ റേറ്റിനകത്ത് വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിൽ നമ്മൾ മിനിമം 2 പീസ് എന്നുള്ള ക്വാണ്ടിറ്റി ആക്കിയിട്ടുണ്ട്. ഒരു പീസ് നമ്മൾ നേരത്തെ അയച്ചുകൊണ്ടിരുന്നത് 2 പീസ് മിനിമം എടുക്കണം. ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും കേട്ടോ. റീറ്റെയിലിനാണ് പറഞ്ഞത്, ഹോൾസെയിലല്ല. ഹോൾസെയിലിന് ഇപ്പോഴും മിനിമം 10 പീസ് തന്നെ എടുക്കണം. ഈ കാണിക്കുന്ന മെറ്റീരിയൽ അല്ലാതെ തന്നെ നമുക്ക് വേറെ 290 ആൽഫൈന്, പിന്നെ നമ്മുടെ ചുങ്കിടി കുറച്ചുള്ളെങ്കിലും, പിന്നെ 320 വിത്ത് ഷാള് അതൊക്കെ നമുക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടവർ മെസ്സേജ് അയച്ചോ, ഐറ്റംസ് വേണ്ടവർ പർച്ചേസ് ചെയ്തോ കേട്ടോ. ഡിസൈൻസൊക്കെ നമ്മൾ ഇട്ട് തരാം. പിന്നെ ഡിസൈൻ കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ദിവസം കഴിഞ്ഞ് ഓർഡർ ചെയ്യാൻ നിൽക്കരുത്. ചില സമയത്ത് നിങ്ങൾക്ക് ഡിസൈൻ തരുമ്പോൾ ഒരു സെറ്റായിരിക്കും ഇവിടെ ബാലൻസ് ഉണ്ടാവണം. ആ ഒരു സെറ്റ് ഉൾപ്പെടുത്തിയായിരിക്കും നിങ്ങൾക്ക് ഡിസൈൻ എല്ലാം അയച്ചു തരുന്നത്. കാറ്റലോഗ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ചെയ്യുന്നില്ല. കാറ്റലോഗിൽ എപ്പോഴും ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് വരുമ്പോഴത്തേക്കും സമയം എടുക്കും. അതിൽ നല്ല നമുക്ക് ഓരോ ഡിസൈൻ ഒരു ഡിസൈൻ തീർന്ന് ഞാൻ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കളഞ്ഞ് അടുത്ത ഡിസൈൻ വെറുതെ ചോദിക്കുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ കോൾ ചെയ്യാനുള്ള ഒരു നോർമൽ കോൾ മാക്സിമം ചെയ്യാൻ നോക്കുക കേട്ടോ. നമ്മുടെ വാട്സാപ്പിൽ വിളിക്കരുത്. വാട്സാപ്പിൽ വിളിക്കുമ്പോൾ നമ്മുടെ വർക്കിങ്ങിനെ കുറച്ചത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ വാട്സാപ്പിൽ കോൾ ചെയ്തതെന്ന് പറഞ്ഞത്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്നിലും മെസ്സേജ് ഇട്ടാൽ മതി. മെസ്സേജിനെ നമ്മൾ മാക്സിമം നമ്മുടെ 10 മിനിറ്റ് സമയത്തിനുള്ളിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും. അത് നമ്മുടെ നിന്ന് എടുക്കുന്നവർക്ക് അറിയാം. നമ്മളങ്ങനെ മെസ്സേജ് അങ്ങനെ ഇട്ടിട്ട് നോക്കാതെ ഇട്ടിട്ട് പോകാറില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യമായിട്ട് എന്തെങ്കിലും മാറോ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് കാര്യത്തിൽ മാറിയാൽ മാത്രമാണ് നമ്മളത് മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതെ ഇരിക്കാറുള്ളൂ. സൺഡേസും പിന്നെ റിപ്ലൈ കിട്ടാൻ ചെറുതായിട്ട് ഡിലേ ആവും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും, അതിനകത്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ മെസ്സേജ് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെ ഉണ്ടായി ഡിസൈൻസ് എന്നൊക്കെ ഉള്ളത് എല്ലാവരും ഒന്ന് അറിയിക്കുക കേട്ടോ. ഡിസൈൻസ് ഒക്കെ എങ്ങനെയുണ്ട്, എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളും വരുത്തണോ കാര്യങ്ങളൊന്നും അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് നോക്കുകയാണ്. നിങ്ങൾ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് ബിസിനസ് നല്ല രീതിക്ക് മുമ്പോട്ട് പോകുള്ളൂ. അപ്പോൾ അടുത്തതായിട്ടുള്ള പുതിയൊരു വീഡിയോയും കിട്ടിയ ഡിസൈൻസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.